എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരാൻ പോകുന്ന എക്സാംസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡൻസ് പലരും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതേപോലെ മാത്സിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിശ്ചലമായിട്ടുള്ള വെള്ളത്തിൽ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മോട്ടോർ ബോട്ട് 30 കിലോമീറ്റർ താഴേക്ക് പോയി മൊത്തം 4 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുന്നു. സ്ട്രീമിന്റെ വേഗത എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എല്ലാവരും പേനയും പേപ്പറൊക്കെ വെച്ച് എന്റെ ഒപ്പം തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊത്തം 4 മണിക്കൂർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതേപോലെ നമുക്കൊരു ക്വസ്റ്റിനകത്ത് ടോട്ടൽ ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ ടൈമോ ടോട്ടൽ ഡിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും ടോട്ടൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു സൈഡിൽ എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ടൈം 4 ആണ്. ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെയിം ആയിരിക്കും. ഇവിടെ ടൈം ആണെങ്കിൽ ഇവിടെ ടൈം ആയിരിക്കും. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും വേണം നമ്മൾ ഇവിടെ എഴുതി വെക്കാനായിട്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലമായിട്ടുള്ള വെള്ളത്തിൽ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ, അതായത് നിശ്ചലമായിട്ടുള്ള വെള്ളത്തിന്റെ വേഗത എത്രയായിരിക്കും? മണിക്കൂറിൽ 20 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 20 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് നിശ്ചലമായിട്ടുള്ള വെള്ളത്തിന്റെ വേഗത എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടില്ലേ? നിശ്ചലമായിട്ടുള്ള വെള്ളത്തിൽ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മോട്ടോർ ബോട്ട് 30 കിലോമീറ്റർ താഴേക്ക് പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ മോട്ടോർ ബോട്ട് 30 കിലോമീറ്റർ താഴത്തേക്ക് പോയി കേട്ടോ. 30 കിലോമീറ്റർ താഴേക്ക് പോയി. അപ്പൊ ഈ താഴേക്ക് പോകുമ്പോ എന്താ പറ്റുക? ഒഴുക്കിന് അനുകൂലമായിട്ടായിരിക്കും പോവുക അല്ലെ. ഒഴുക്കിന് അനുകൂലമായിട്ടായിരിക്കും പോവുക. അപ്പൊ ഒഴുക്കിന് അനുകൂലമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്താ പറ്റുക? അവിടെ സ്പീഡ് കൂടും. സ്പീഡ് കൂടുക എന്ന് പറയുമ്പോൾ നിശ്ചലമായിട്ടുള്ള വെള്ളത്തിന്റെ സ്പീഡ് പ്ലസ് നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡും കൂടെ വരും കേട്ടോ. ഒഴുക്കിന്റെ സ്പീഡും കൂടെ വരും. അപ്പൊ 20 പ്ലസ് എക്സ് ആയിരിക്കും താഴേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് എങ്ങനെയായിരിക്കും? 20 മൈനസ് എക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ മുകളിലേക്ക് പോണ സമയത്ത് എന്താ പറ്റുക? അനുകൂലമല്ല, വിപരീതമായിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ എതിരെയായിട്ടായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യുക, സ്പീഡ് കുറയും അല്ലെ. അതാണ് നമ്മൾ ഇവിടെ കുറച്ചത് കേട്ടോ. 20 മൈനസ് എക്സ് വരും. ഓക്കെ, അപ്പൊ അപ് സ്ട്രീമിലെ സ്പീഡ് 20 മൈനസ് എക്സും ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എത്ര? 20 പ്ലസ് എക്സും കിട്ടി. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ 4 എന്നൊക്കെ എഴുതി വെച്ചു. ഇനി ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എഴുതുകയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. ഇനി താഴത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് എത്രയാ? 20 പ്ലസ് എക്സ് അല്ലേ. പ്ലസ് ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന എത്രയാ സ്പീഡ്? 30 അല്ലെ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് തന്നെയാണ്. ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ 30 ബൈ സ്പീഡ് എത്രയാ? സ്പീഡ് മുകളിലേക്ക് പോകുമ്പോൾ കുറയും അല്ലെ. അപ്പൊ 20 മൈനസ് എക്സ്. ഇതാണ് എന്ത്? നമ്മുടെ 4 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ സമയമാണെങ്കിൽ ഇതും സമയത്തിന്റെ രീതിയിൽ എഴുതണം. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള രീതിയിൽ 30 ബൈ 20 പ്ലസ് എക്സും 30 ബൈ 20 മൈനസ് എക്സും എഴുതിയത്. താഴത്തേക്ക് ആയതുകൊണ്ട്, അനുകൂലമായതുകൊണ്ട് തന്നെ ഇവിടെ പ്ലസ് ആയി. മുകളിലേക്ക് ആയപ്പോ എതിരെ ആയതുകൊണ്ട് അവിടെ മൈനസ് ആയി. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 8.5 ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി വെച്ചേക്കാണ്. നമുക്ക് 10 എടുക്കാം. അപ്പൊ നോക്കിയേ, 30 ബൈ എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വേഗത കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 20 പ്ലസ് 10 പ്ലസ് 30 ബൈ 20 മൈനസ് എക്സ്, അതായത് 20 മൈനസ് നമ്മുടെ ഓപ്ഷൻ 10 ആയിട്ട് എടുത്തേക്കാണ് കേട്ടോ. അപ്പൊ 20 മൈനസ് 10 10 വരും അല്ലെ. അപ്പൊ 30 ബൈ ഇവിടെ 20 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 30 ആണ്. 30 ബൈ 30 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് വരും. ശരിയല്ലേ? പ്ലസ് 30 ബൈ 10 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആയിട്ട് വരും. അപ്പൊ നമുക്ക് ആൻസർ 4 തന്നെ കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാ? എക്സിന്റെ വാല്യൂ 10 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ടോട്ടൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അവിടെ എഴുതി വെച്ചേക്കുക. പിന്നെ താഴത്തേക്ക് പോണതും മുകളിലേക്ക് പോകുന്ന രണ്ട് ടൈം സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം അല്ലെ. ടോട്ടൽ ടൈം അല്ലേ, അപ്പൊ എന്തായാലും ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. ഓപ്ഷൻസിൽ ഉണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ആകെ തുകയും ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ആകെ തുകയും തമ്മിലുള്ള വ്യത്യാസം ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എത്രയാണ്? n സ്ക്വയർ ആണ്. ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ സം എന്ന് പറയുന്നത്, ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? n സ്ക്വയർ ആണ്. അതായത് 100 സ്ക്വയർ അല്ലെ. ഇനി അതേപോലെ തന്നെ ആദ്യത്തെ 100 ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാല്
എത്രയായിരിക്കും? n ഇൻറ്റു n പ്ലസ് 1. ഈ ഫോർമുല ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 100 പ്ലസ് 1, അതായത് 101 വരും അല്ലേ? അപ്പൊ ഇവിടെ എത്ര വരിക? 100 ഇൻറ്റു 100, രണ്ടാമത്തേല് 100 ഇൻറ്റു 101. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഒരു സ്ഥലത്ത് 100 ഇൻറ്റു 100, മറ്റേത് 100 ഇൻറ്റു 101. ഒരു 100 വ്യത്യാസം വന്നിട്ടുള്ളത് അല്ലെ? ഇവിടെ 101 ആണ്, ഇവിടെ 100 ആണ്. ഒരു 100 ആണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 100 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇവിടെ 100 ഇൻറ്റു 100ഉം ഇവിടെ 100 ഇൻറ്റു 101. അതായത് 101 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 100 എക്സ്ട്രാ വന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ, മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 കിട്ടും. ഇനി ഡൗട്ട് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ കിട്ടുവേ 100 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം. രാധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 10 മിനിറ്റിനുള്ളിൽ രാമിന് 4 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 9 മണിക്കൂറിനുള്ളിൽ 2 പേരും എത്ര കുപ്പികൾ നിറയ്ക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ രാധ 10 മിനിറ്റിൽ 5 കുപ്പിയും അതേപോലെ തന്നെ രാമു 10 മിനിറ്റിൽ 4 കുപ്പിയും. അപ്പൊ രാധയും രാമും കൂടി ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ അവർക്ക് എത്ര കുപ്പി നിറയ്ക്കാൻ പറ്റും? 10 മിനിറ്റിൽ അവർക്ക് 5ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 അല്ലെ? 9 കുപ്പി അച്ചാറ് നിറയ്ക്കാൻ പറ്റും. 9 ബോട്ടിൽസ് നിറയ്ക്കാൻ പറ്റും. ഇനി 9 മണിക്കൂറിന്റെ കാര്യമാണ് കേട്ടോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 10 മിനിറ്റിൽ 9 ബോട്ടിൽ അല്ലെ? അതായത് ഒരു മണിക്കൂറിൽ അവർക്ക് എത്ര നിറയ്ക്കാൻ പറ്റും? 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പൊ 60 മിനിറ്റിൽ അവർക്ക് എത്ര കുപ്പി നിറയ്ക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കുക? തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് എക്സ് ആയിട്ട് എടുക്കുക. അപ്പൊ 10 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 60 കേട്ടോ. 9ഉം 60ഉം ഒരു സൈഡിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു എക്സ്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 54 എന്ന് കിട്ടും. 54 കുപ്പികൾ നിറയ്ക്കാൻ പറ്റും. ഒരു മണിക്കൂറിൽ 54 കുപ്പികൾ നിറയ്ക്കാൻ പറ്റും. അങ്ങനെ 9 മണിക്കൂറിൽ എത്ര നിറയ്ക്കാൻ പറ്റും? ഒരു മണിക്കൂറിൽ 54 ആണെങ്കിൽ 9 മണിക്കൂറിൽ 54 ഇൻറ്റു 9 കുപ്പികൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും അല്ലെ? അപ്പൊ 54 ഇൻറ്റു 9 എത്രയാ? 9 ഇൻറ്റു 4 36. നമ്മുടെ ആൻസറിന്റെ ലാസ്റ്റ് എന്തായാലും 6 ആയിരിക്കും വരിക. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ഒരു 6 ഇരിപ്പുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഫുൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്കിവിടെ 4 ഓപ്ഷനിൽ അവസാനം 6 എവിടെ വരാന്നുള്ളത് നോക്കിയാലും മതി കേട്ടോ. അപ്പൊ ആൻസർ കിട്ടി. എത്രയാ? 486 ബോട്ടിൽസ് ആണ് നിറയ്ക്കാൻ പറ്റുക. കിട്ടിയോ? നാലാമത്തെ ചോദ്യം നോക്കാം. 4, 7, 10 ഇങ്ങനെ ഒരു AP കൊടുത്തിട്ടുണ്ട്. സമാന്തര ശ്രേണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ 2 പോയിന്റ് ആയിട്ട് കൊടുത്തേക്കാണ്. 8ാം പദവും 12ാം പദവും തമ്മിലുള്ള വ്യത്യാസം 16 ആണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തിട്ടുള്ളത് ഈ ശ്രേണിയുടെ n-ാം പദം 3n+2 ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ നോക്കിയേ, 4, 7, 10. അപ്പോ ഇവിടെ ഇതേപോലെ ഒരു സീരീസ് കൊടുക്കുമ്പോൾ 4, 7, 10 അല്ലെ? അപ്പൊ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്പർ നമ്മൾ 4 എന്ന് പറഞ്ഞ് എഴുതി. ഫസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ എ എന്ന് കൊടുക്കുക. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക? 3 ആണ് അല്ലെ? 7 - 4 3, 10 - 7 എത്രയാ? 3 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഡിഫറൻസ് 3 എന്നും പറഞ്ഞ് കിട്ടി. ഇനി ആദ്യത്തെ പോയിന്റ് നോക്കാം. 8ാം പദവും 12ാം പദവും തമ്മിലുള്ള വ്യത്യാസം 16 ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 8ാം പദവും 12ാം പദവും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിൾ ആണ്. ഇത്രയും ചെയ്യുക. 12 - 8 എത്രയാ? 4. 4D ആയിരിക്കും ഇവര് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 8ാം പദവും 12ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4D. ഇതേപോലെ 8ാം പദവും 11ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 3D ആയിരിക്കും അല്ലെ? 8ാം പദവും 10ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 2D ആയിരിക്കും. അതേപോലെ നമ്മളിവിടെ 4D എഴുതി. എന്നിട്ട് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 16 ആണെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ 4 ഇൻറ്റു നമ്മുടെ D എത്രയാ? 3 ആണ് അല്ലെ? 4 ഇൻറ്റു 3 12 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവര് പറഞ്ഞിട്ടുള്ളത് 16 ആണെന്നാണ്. ശരിയാണോ? അല്ല. ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ. ഈ ശ്രേണിയുടെ n-ാം പദം 3n+2 ആണ്. അപ്പോ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് an is equal to a plus n minus 1 into d. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 4 പ്ലസ് n minus 1. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് n ആയിട്ട് തന്നെ ഇരിക്കട്ടെ. -1 into d. d എത്രയാ പറഞ്ഞിട്ടുള്ളത്? 3 ആണ് അല്ലെ? ഇനി എത്രയാ കിട്ടുക? 4 പ്ലസ്, ഇനി ഇത് തമ്മിൽ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. n into 3 3n - 3. അപ്പൊ 4 - 3
1 പ്ലസ് 3n കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് 3n പ്ലസ് 1 ആണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവരെത്രയാ പറഞ്ഞിട്ടുള്ളത്? 3n പ്ലസ് 2 ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലെ. അപ്പൊ ഇവിടെ 1ഉം 2ഉം തെറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്, നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതേപോലെ പ്രസ്താവനകൾ കൊടുത്തിട്ട് മിക്കവാറും AP-നകത്ത് തന്നെ ഇതേപോലെയുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ട് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു വെച്ചേക്കുക. a+n-1 ഇൻറ്റു ഡി ആണ്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്, എൻ എന്ന് പറഞ്ഞാൽ nth ടേം ആണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ ഒരു സീരീസ് കൊടുത്തിരിക്കുകയാണ്. 4, 8, 32, 128. അടുത്ത നമ്പർ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണല്ലേ? വൺസ് ഡിജിറ്റ് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 2ന്റെ എന്തെങ്കിലും പവർ ആയിരിക്കും നമുക്ക് നോക്കാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലെ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 4ഉം 8 ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. 2⁴ എത്രയായിരിക്കും? അത് 16 ആണ് അല്ലെ. 2⁵ 32 ആണ്. 2⁶ എത്രയായിരിക്കും? 64 ആണ്. 32 × 2 64. 2⁷ എന്ന് പറഞ്ഞാൽ എത്രയാ? ഇൻറ്റു 2ഉം കൂടെ ചെയ്യാം. അപ്പൊ 128 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 4 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 32, 128. അതായത് 2ന്റെ പവർ ഉണ്ട്, 3യുടെ പവർ ഉണ്ട്, പിന്നെ ഏതാ 5ന്റെ പവർ ഉണ്ട്, 7ന്റെ പവർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. കിട്ടുന്നുണ്ടോ? അടുത്ത ഏതായിരിക്കും? അടുത്തത് വരേണ്ടത് 2⁹ ആണോ? അല്ല അല്ലെ. കാരണം എന്താ? ഇവിടെ നോക്കുമ്പോൾ 2, 3, 5, 7 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2ന് 1ഉം 2 അല്ലാണ്ട് വേറെ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, 3 ആണെങ്കിലും 1ഉം 3, 5 ആണെങ്കിലും 1ഉം 5, 7 ആണെങ്കിലും 1, 7. 9 ആണെങ്കിൽ അങ്ങനെ പറ്റുമോ? 2⁹ എന്ന് പറഞ്ഞാൽ 9ന്റെ ഫാക്ടേഴ്സ് 3 ഉണ്ട് അല്ലെ. അപ്പോ 9 എന്തായാലും പ്രൈം നമ്പർ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7 കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 11 ആണ് അല്ലെ. അപ്പൊ 2⁻11 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കാണുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. കാരണം ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ 2 വരില്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് 2 അല്ലേ. അപ്പൊ ഓഡ് നമ്പേഴ്സ് അല്ല, എന്താ പ്രൈം നമ്പേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ 2⁻11 എത്രയാ കിട്ടുക? 2⁻10 എന്ന് പറയുന്നത് എത്രയാ കിട്ടുക? ആൻസർ 2048 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്സിന്റെ കുറച്ച് ഇതേപോലെയുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.